ഈ വാരിക്കുഴിയിൽ അശോകൻ നായർക്ക് വലിയ ഡിമാൻഡുകളൊന്നുമില്ല. കാറും ബംഗ്ലാവും AC ഒന്നും ചോദിക്കുന്നില്ല. ഒരു ജോലി വെറുതെ അല്ല, റേഷൻ കാർഡല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ സർട്ടിഫിക്കറ്റ് ആണ്. ഇതും ചുരുട്ടി ഇന്റർവ്യൂവിന് നടന്നു ഈ കോലമായി. അതിരിക്കട്ടെ, 31-ാം വയസ്സ് മുതൽ രാജയോഗമാണെന്നും അത് കഴിഞ്ഞാൽ അടിവെച്ചടിവെച്ച് കയറ്റമാണെന്നും ജാതകത്തിലുണ്ടല്ലോ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവങ്ങളെ, ഈ കടക്കാരെ കാണുമ്പം തലേ മുണ്ടുവിട്ട് നടക്കുന്നതിനാണോ രാജയോഗം എന്ന് പറയുന്നത്? അതൊക്കെ പോട്ടെ, ഈ ജാതകത്തിൽ പല സ്ഥലത്തും ബന്ധുബലം ബന്ധുബലം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നീലചന്ദ്ര റീം റീം ജൂം സന്നാന, നീലചന്ദ്ര റീം റീം ജൂം സന്നാന, നീലചന്ദ്ര റീം റീം ജൂം സന്നാന. ദോഷം പറയരുതല്ലോ ഭഗവാനെ. ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം. രാമചന്ദ്ര റീം റീം ജൂം സന്നാന, രാമചന്ദ്ര റീം റീം ജൂം സന്നാന, രാമചന്ദ്ര റീം റീം ജൂം സന്നാന, രാമചന്ദ്ര റീം റീം ഭാമേ, ഭാമേ, എന്തിനാ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. കുറെ കാലമല്ല ഇതിട്ട് തിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ കൈക്കിട്ട് പിടിക്കുന്ന പിടിയേ ആ പരട്ട പാട്ടുകാരന്റെ പെടലിക്ക് പോയി പിടിക്കാൻ. ഭാമേ, ഓ കൂമ, ഇന്ന് പിന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് വേറെ കാര്യമുള്ളൂ. നീലചന്ദ്ര റീം റീം നീലചന്ദ്ര റീം റീം ജൂം സന്നാന. ജൂം സന്നാന. നിർത്തി പാടൂ കുട്ടികളെ, എങ്കിലല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂല്ലേ? പിന്നെ രാമചന്ദ്ര നീലചന്ദ്ര റീം റീം ജൂം സന്നാന, നീലചന്ദ്ര റീം റീം ജൂം സന്നാന, നീലചന്ദ്ര. ഒരുമാതിരി മറ്റേ പടി കാണിക്കരുത്. റേഡിയോ ഓഫ് ചെയ്തു. സംഗീതം എന്ന് വെച്ചാൽ എന്താ? എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നികുംഭിലയാണ്. നികുംബിലോ? ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പരോട് പരപ്പരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സംഗീതം എന്ന് വെച്ചാൽ ഒലക്കേടെ മൂട്. ഈ സംഗീതം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കില് അത് വെറും പൂങ്കിരാവാ. പാട്ട് പോയിട്ട് അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അജ്ഞാനശീല. ഇത്തിക്കണ്ണുകൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാടാ. നസ്രാണെന്ന് ജാതി പിടിച്ച് കളിക്കണം. സംഗീതം വേറെ തമ്മിലടി പറ. എന്റെ സംഗീത സിദ്ധിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത്. അല്ലേ സുമി? കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇതിവിടെ നടക്കില്ല. കൂട്ടോട് മാമ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. തീരെ പറ്റാത്തവർക്ക് വീട് മാറി പോവാം. അത് ഓർത്തെന്റെ സുമംഗലാദേവി വിഷമിക്കണ്ട. മാറിത്തരാം, ഇപ്പൊ തന്നെ മാറിത്തരാം. അതെ, അന്ന് എനിക്ക് പറഞ്ഞുറപ്പിച്ച 1001 രൂപ ശ്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി 25,000 മേലെ ആയിട്ടുണ്ട്. കൃത്യമായ കണക്കൂട്ടല്ലോ. അത് ഈ വീടിന്റെ ഷെയർ എന്നതൊക്കെ ഞങ്ങൾ അറിയിക്കോളാം. ഇപ്പോഴല്ല, ഇവിടെ കുറച്ചു നാളായിട്ട് എന്താ പ്രശ്നം അല്ലാത്തത്? നിങ്ങൾ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക. ഞാനും ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നല്ല രണ്ടായിട്ട് പറയും. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ കൊലപാതകിയാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. അങ്ങനെയാണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും. ലാളിച്ച് ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രവാദിച്ച് തയ്യാറായത് എന്തിനാണെന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? കാശ് മുടക്കില്ലാതെ 4 നേരം മൂക്കുമുട്ട ഞാൻ 6 നേരം ഞണ്ണുന്നുണ്ടല്ലോ. ഭാര്യ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കിടന്നിട്ട് പറയുന്നതോ കൊമ്പത്ത പുള്ളിയാണെന്ന്. അലമ്പലമ്പ് കേസ്. ഭാര്യ വീട്ടിൽ തന്നെ നീയും പൊറുക്കുന്നത്. ആദ്യം നിങ്ങൾ പോ, പിന്നെ ഞങ്ങള് പോ. സുമി, അത് വേണ്ട, നിങ്ങൾ ആരും പോകില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താക്കും. അളിയൻ പറ, ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റ്? എന്റെ ഈ സംഗീതം ഈ കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? നിർത്തി. ആദ്യം ഈ കുരുന്നു മനസ്സുകളൊക്കെ വെളിപ്പോ. അപ്പൊ അറിയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓഫാക്കി ഓണാക്ക്. കൈമാറ്റി. തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ പെങ്ങന്മാരെ നിങ്ങൾക്ക് രണ്ടാൾക്കും കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. അശോക, ഓ, അടുത്ത കുരിശ് വന്നിട്ടുണ്ട്. മോനെ അശോക, കിടന്ന് തൊള്ള കീറാതെ. ആ, ചേട്ടനായിരുന്നു. ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന 8 കല്യാണം മുടക്കിയ നാരികൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ. വിവരം അറിയും. ഇത് നടക്കും അശോക, നടക്കും. ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നു. അളിയന്മാര് കേൾക്കണ്ട, അവരിതും കലക്കും. കലക്കും. ചെറുക്കൻ്റെ അച്ഛൻ ആരാന്ന വിചാരം? ആരാ? റിട്ടയർഡ് മിലിറ്ററിയാ.
ഇത്തിത്താനം ത്രിവിക്രമം പിള്ള. ദൈവാധീനം കൊണ്ട് അങ്ങേർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സ്വഭാവ ദൂഷ്യമില്ലാത്തൊരു പെണ്ണ്. അപ്പൊ സാമ്പത്തികം വേണ്ടേ വേണ്ട. പിന്നൊരു മഹാഭാഗ്യം, ചെറുക്കന് ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക. അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ താമസിച്ച് ഇവിടുന്ന് ജോലിക്ക് പോയാൽ ചെയ്യാമല്ലോ അല്ലേ? എന്താ അശോക? അല്ല, ഞാൻ എന്ത് പുണ്യം ചെയ്തവനാ. രണ്ടളിയന്മാരുടെ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല. അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും. ഓ, എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിര് പോരുന്നു. അപ്പൊ ഇതാരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ? ഇത് ഞാൻ നടത്തിയിരിക്കും അശോക. എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം അവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു, ഒരേ ഒരു ആങ്ങളേ ഉള്ളൂ, ജോലി ഒന്നും ആയിട്ടില്ല, ഇന്റർവ്യൂകൾക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അതല്ല, എന്റെ ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? നീ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നോ? പറഞ്ഞു ചേട്ടൻ മറന്നുപോയതാ. ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ച ചേട്ടൻ ഞാൻ ഇന്ന് ഇല്ലാത്തതിന്റെ കുറവ് കൂടി പരിഹരിക്കണം. അശോക, പ്രായം കൊണ്ട് അമ്മാവനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ചേട്ടനാടാ. ആഹാ, ആ കൃഷ്ണനോ ഇങ്ങോട്ട് കാണാൻ? അതെ, ഗിരിജയുടെ കല്ല്. ഇന്ത്യയുടെ കല്യാണം ഉറപ്പിച്ച ഇതിനകത്ത് കയറും എന്നുള്ള വാശിയിലായിരുന്നു. ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അമ്മേ. അതെയോ? അതെ, അമ്മ അകത്തോട്ട് പോയി എന്തെങ്കിലും കുടിക്കാനെടുക്കും. ചേട്ടാ, എന്താ? കല്യാണം ഉടനടി നടത്തണം. ഇത്തരം ചീപ്പ് ഏർപ്പാടിന് ഇനി എന്നെ കിട്ടില്ല. നീ എന്ത് വിചാരിച്ചേ കളിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ശാപം വാങ്ങി കൂട്ടാൻ എനിക്ക് വയ്യ. നീ വന്നേ. എനിക്ക് കിട്ടുന്നതിന്റെ അത്ര ശാപം നിനക്ക് കിട്ടില്ല. കാരണം അവൾ എന്റെ പെങ്ങളാ. ഓഹോ, പെങ്ങളാണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലേ? ഇത്ര കലക്കൻ ഒരാങ്ങള ലോകത്തുണ്ടാവില്ല. ഗതി കെട്ടാൽ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ കുനീഷ? വീടിന്റെ ജപ്തി നോട്ടീസ് വന്നിട്ട് അമ്മയെ പോലും ഇത്രയും നാൾ അറിയിച്ചിട്ടില്ല. മുഹൂർത്തം നിശ്ചയിച്ച് വീട് ജപ്തിയാലത്തെ സ്ഥിതി നീ എന്താ ആലോചിക്കാത്തത്? കല്യാണം കഴിഞ്ഞ് കിടപ്പാടം പോലും ഇല്ലാത്തടത്തുനിന്ന് വന്നവളെന്ന് പറഞ്ഞ് അന്യ വീട്ടുകാർ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേടാ. ഏട്ടനായ ഞാൻ ഇപ്പൊ തന്നെ അത് മുടക്കുന്നു. ഗതികേടുകാരൻ തല മൊട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവർക്കാണെങ്കിൽ സ്ത്രീധനം വേണ്ട, പെണ്ണിന്റെ സ്വഭാവം നന്നായിരുന്നാ മതിയെന്ന്. ഇനി ആ കാര്യം പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ പറ്റില്ല. ആ, കഴിഞ്ഞ 8 കല്യാണങ്ങൾ മുടക്കാൻ കൂട്ടുന്ന ഗുരുവായൂരപ്പൻ ഇതിനൊരു വഴി കാണിച്ചു തരും. ഇതൊരു ഞാനമ്മേ കളിയാ. കാല് തെറ്റിയ വെള്ളത്തിലാ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് പെൺകുട്ടിയുടെ ഇത് പെണ്ണിന്റെ ഒരു- ഞാൻ എൽ ലാലിച്ചൻ പെരുവഴിയിൽ ഇളയ മരുമകനാ, ഗാനകലാരത്നം. വരുന്ന വഴിക്ക് ബോർഡ് കണ്ടില്ലായിരുന്നോ? ഇനിയൊരു മുരുകനില്ലേ? ഓ, മണക്കൂസൻ. ഗിരിജാത്ത് വയ്ക്കോളൂ. പയ്യൻ എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റിയിൽ ടൈപ്പ് റൈറ്ററാ. ടൈപ്പ് റൈറ്റർ. ടൈപ്പിസ്റ്റാ. ഒരു ടൈപ്പിസ്റ്റ് ഇപ്പൊ എന്ത് ശമ്പളം കിട്ടും? അതൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. അടി ചേട്ടാ, ചായ കുടിച്ചു. ഇളയ കുട്ടിയാവുമ്പോ തറവാട് കുട്ടിക്കായിരിക്കുമല്ലോ. പിന്നെ ലോകമേ തറവാടെന്നല്ലയോ? കൈപ്പനിയാ, ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അത്ര രമ്യതയിലാണ്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത്? അങ്ങ് കടന്നാ പോലെ. സംസാരം മാത്രമുള്ള ആളൊരു വിദ്യ. ലേറ്റാക്കാതെ ലഡു ഒഴുക്കി ഇടുന്നേരെ. എന്നാ വരട്ടെ. അപ്പോ കൃഷ്ണരെ പറഞ്ഞ പോലെ. ആ, ശരി. ഭഗവാന്റെ കൃപ കൊണ്ട് ഗിരിജക്കുട്ടി അവർക്ക് പിടിച്ചു. ഓണത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത്. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടക്കണേ. ഏത് തലതിരിഞ്ഞവനെ നടുറോട്ടിൽ സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു? തുടരുത്. കണ്ണടച്ചിരുട്ടാക്കരുത്. ആരാ? മനസ്സിലായില്ല. ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ ആയിക്കൊള്ളൂ. പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരല്പം ദയ, സഹതാപം. ആ യുവാവ് ഞാനാണ്. ആ യുവാവോ? നിങ്ങൾക്കറിയില്ല അല്ലേ? സ്ത്രീ കുലടയാണ്, വിശ്വസിക്കരുതെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്നത കണ്ടപ്പോൾ താൻ ആരെന്ന് പറയൂ, ചുമ്മാ കാട് കയറാതെ. ദാ, ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ഞാനാണ്. ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണോ? സോറി, നിങ്ങളല്ല, നിങ്ങളുടെ മകൻ. ഇത് നോക്ക്.
ഈ പെൺകുട്ടിയും ഞാനും ഇല്ല, ഞാനത് പറയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളെ വേർപിരിക്കരുത്. എന്താ കുഞ്ഞുഷ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണോ? കേട്ടില്ലേ? ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞങ്ങളുടേത്. കുട്ടപ്പാ, വണ്ടി എടുക്ക്. ആ ബ്രോക്കറെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അയാളുടെ വാചകം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംശയം. അച്ഛൻ കയറി വണ്ടി എടുത്ത് മാറ്റടേ. മാറ്റി. തനിക്ക് ആ തെണ്ടിയുടെ വീട് അറിയോ? ഓ അറിയാം. ആ എന്നാ വണ്ടി വിട്ടു. ഭഗവാനെ ഗുരുവായൂരപ്പ, നിവർത്തിയേട് കൊണ്ടാണേ ആ ബ്രോക്കർ കൃഷ്ണൻ നായരി ഏട്ടൻ ആപത്തൊന്നും വരുത്തരുതേ. അയ്യോ! എന്റെ ചെറുക്കനെ കൊണ്ടുപോയി കുഴി ചാടിക്കാന്ന് ഏത് വിചാരിച്ചാ? കുഴി? എന്ത് കുഴി? എന്നെ തല്ലരുത്. അത്രയ്ക്കായോ? ഞാൻ നിരപരാധിയാണ്. എന്റെ ചെറുക്കനെ കുറെ പെണ്ണ് അയ്യോ, എന്നെ തല്ലരുത്. അയ്യോ, കാര്യം പറഞ്ഞ കഴിക്കണം. അയ്യോ, എന്താണെന്ന് അറിയണ്ടേ? അയ്യോ, തല്ലരുത്. ഞാൻ ബ്രോക്കർ പണി നിർത്തി. തല്ലരുത്. ഇനി ഞാൻ ബ്രോക്കർ പണിക്ക് പോവില്ല. അയ്യോ, എന്നെ തല്ലരുത്. തല്ലരുത്. ഞാൻ പാവം. അയ്യോ. ആഹാ, ഏട്ടൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ആ സുമംഗലി ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നു അത്. ഏട്ടൻ കണ്ടോ? നീ ഊണെടുത്ത് വെച്ചോ? ഇന്നലെ കൂടി ഞാൻ അത് എടുത്ത് നോക്കിയതാ. അമ്മ ഉറങ്ങിയോ? ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഇന്ന് തന്നൂടെ? ഗിരിജെ, സാരമില്ല, എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന്. ഇത് മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഞാൻ ഈ പറയണമെന്ന് ഏട്ടൻ കരുതിയിരിക്കണേ. എനിക്കറിഞ്ഞൂടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള്. പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം കെട്ടി നിന്നു കൊടുക്കുന്നു. സത്യത്തിൽ ചെറുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് ചിരിയാ. നടക്കില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ. എന്നെ പോലൊരു വൃത്തികെട്ടവൻ ലോകത്തുണ്ടാവില്ല. സ്വന്തം പെങ്ങളുടെ കല്യാണം ആൾമാറാട്ടം നടത്തിയും ആളെ വിട്ടും മുടക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്, നിന്നെ നല്ലൊരിടത്തേക്ക് പറഞ്ഞു വിടണം. ഏട്ടൻ വിഷമിക്കണ്ട, ഏട്ടനൊരു നല്ല കാലം വരും. അന്ന് മതി എനിക്ക് കല്യാണം. നീയും അമ്മയെ പോലെ എന്റെ ജാതകത്തിലെ രാജയോഗം കാത്തിരിക്കുക. അതെല്ലാം ചുമ്മാ ഓരോ വിശ്വാസങ്ങളാ. ഒന്നുമല്ല, പഞ്ചമഹാപുരുഷയോഗം കാണുന്ന ജാതകം അച്ചട്ടാ. കണ്ടോ, ഏട്ടൻ എന്നെ പൊന്നുകൊണ്ട് മൂടി കെട്ടിച്ചയക്കും. എനിക്ക് ഉറപ്പാ. കെട്ടിച്ചയച്ചവരുടെ കാര്യത്തിലും ഞാനൊരു ചതിയന. അളിയന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഓരോ ദിവസവും സന്ധ്യ മയങ്ങുമ്പോൾ ആശ്വാസമാ. വീടിന്റെ ജപ്തി നോട്ടീസുമായി ആമീൻ ഇവിടെ വരാത്ത ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്നോർത്ത്. തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത്. മോനെ അശോക, നിന്റെ ചേട്ടൻ പോയടാ. അയ്യോ മോനെ, നിന്റെ ചേട്ടൻ ഒരു പോകായടാ. എന്ത് പറ്റിയേട്ടാ? ചേട്ടനെ കൊല ചെയ്തടാ. ഞാൻ ജീവച്ചവമായടാ. കൈ ഒടിഞ്ഞോ? അയ്യോ! ചേട്ടൻ കരയാതെ, നമുക്കിതിന് പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. ഇച്ചിരി മാറി നിൽക്കണോ ചൂല്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്നപ്പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്. അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ടേ ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കും. അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരാ ഈ കല്യാണം കലക്കിയത്. അളിയൻ്റെ കൂടെ ഞാനുണ്ട്. പറയളയാ, ഇങ്ങോട്ട് മാറി നിൽക്കണം. കല്യാണം കളിക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. ആ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. വർത്താനം കേട്ടതൊന്നും കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടങ്ങിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. അതെ, രണ്ടാള് മാത്രം ആക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് പുറത്താക്കുന്നത്? വേണ്ട. വേണോ അളിയ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല.
നിന്നെ എന്റെ കൈ കിട്ടും. കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇതിലൊന്നും വിരളുന്നവനല്ല എല്ലാലിച്ചും പെരുവഴിയിൽ. അതെ നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഓവറായേനെ. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. ഓ, ഞാനൊരു ഉപമ പറഞ്ഞാണ് എന്റെ ഭാമേ. അതെങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂട്ടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആ ഇവിടെ കിടക്കുന്നത് കൊണ്ടാ 3-4 നേരം വെട്ടി വിഴുങ്ങുന്നത്, അതോർത്തോ. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്നാ എനിക്ക് ഇപ്പൊ സംശയം. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി മേലും കീഴും നോക്കണ്ട, അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ച് ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാലിച്ചും കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ. മസിൽ കൂടി കൂടി വരുന്നു. മതി മതി, ശക്തി നോക്കല്. മനസ്സിലായിട്ടുണ്ട്. ഓതിരം കടകൻ ഊഴിക്കടകൻ ആ ഇന്ന് എനിക്ക് രണ്ടിലും അറിയണം. നീ ഇതിലൂടെ വിടരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തിരെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചതാ താ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ? പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെ ഏട്ടാ, പോലീസ് 1-2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാനം ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് ചോള നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെയും തല ഞാൻ കൊയ്യും. ബാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കണ്ടേ? ആഹാ, അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ എന്നാ പിന്നെ നീ എടുക്കുന്ന കാണണം. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കളിയാക്കാൻ നോക്കുന്നു. ചേട്ടാ, എന്റെ മാല കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടിയെടുത്ത തെണ്ടി ആര്? അയ്യോ, നിങ്ങളവനെ വെട്ടിയോ? ഇല്ല.
സുമേ ആഹാ ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ ഈ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോ കൊടുത്താ പോരെ? അതുപോലെ ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ, ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞേ? അത് മുക്കുകൊണ്ടാണ് ചേട്ടാ. കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ട യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ. കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയ അളിയൻ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എൻ്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എൻ്റെ ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്ത, തൃപ്തിയായി. ലാലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീം ജൂം സന്നാന അമ്മേ, നീലചന്ദ്രീം ജൂം സന്നാന, നീലചന്ദ്രീം ജൂം സന്നാന, ജൂം സന്നാന, എന്റെ നീലചന്ദ്രീം. അയ്യോ, എന്നെ പൊക്കി. അളിയോ അളിയ എവിടെ പോകുന്നു? ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അളിയോ അളിയ നിന്നേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എന്തിനാ നിങ്ങളെ തല്ലുന്നത്? എനിക്കറിയോ, അവരോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ലരുത്. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല്ലെ ഈ കല്ലിന്റെ മാറ്റം തുറച്ചു നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാതെ പാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ.